ഹലോ ദേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിഷ ബിജു. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഇതേപോലെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോയോ അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓണമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് കടയിൽ കുറച്ച് തിരക്കൊക്കെ ആയി. പിന്നെ അതുകൂടാതെ തന്നെ ഓണം കഴിഞ്ഞപ്പോഴേക്കും ഒക്ടോബറിലും അത്യാവശ്യം നല്ല വർക്കിനൊക്കെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഓരോ കസ്റ്റമർ നമുക്ക് ഓർഡർ തരണ അനുസരിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ധാരണയിൽ നമ്മൾ വർക്കൊക്കെ എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ കുറേ വർക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒറ്റക്ക് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ട് സമയത്ത് എനിക്ക് വീഡിയോസൊക്കെ അങ്ങനെ എല്ലാം എടുക്കണത് തന്നെ എല്ലാം അത്യാവശ്യം ഷോർട്ട് വീഡിയോസ് അല്ലാതെ ലോങ് വീഡിയോയിലേക്ക് ഞാനധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമുക്കതിനനുസരിച്ച് ലോങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം നമുക്ക് സമയം വേണം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ആണെങ്കിലും ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് കരുതിയതല്ല. സാധാരണ എടുക്കാറുള്ള എപ്പോഴും ആ വർക്കൊന്ന് പരിചയപ്പെടുത്താൻ മാത്രമായിട്ട് ഒരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒത്തിരി ആയി ഇതുപോലെ ലോങ് വീഡിയോസ് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് എപ്പോഴും എന്നോട് പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ട്യൂട്ടോറിയലായിട്ട് ഓരോ മെഷീൻ ഇപ്പോൾ വർക്കിൻ്റെയൊക്കെ ആണെങ്കിലും ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ ഞാൻ ചെയ്ത് കണ്ടിട്ട് ഒരുപാട് പേര് ഏത് മെഷീനാണെന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെഷീൻ എടുത്തിട്ട് എന്നോട് നേരിട്ട് തന്നെ ചോദിച്ച് അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാനനുസരിച്ചിട്ട് ഇപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് എല്ലാവരും എന്നോട് ആവശ്യപ്പെടാറുണ്ട് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് വെക്കാനായിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ പറയണ പോലെ എല്ലാത്തിനും കൂടിയുള്ള ഒരു ടൈം നമുക്ക് കിട്ടാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യാത്തത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതേപോലെ ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഞാൻ ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ് കുറച്ചങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നത്. പക്ഷേ ഈ ഒരു പെട്ടെന്ന് നമുക്കിങ്ങനെ വർക്ക് കൂടിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൂടി എനിക്ക് ഒറ്റക്ക് പറ്റാത്തത് കൊണ്ടിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ കൂടുതലും ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കടക്കാത്തത്. പക്ഷേ പിന്നെ പ്രധാനപ്പെട്ടൊരു കാരണം എന്നുള്ളത് എൻ്റെ ഒരു നമ്മൾക്കിപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് അതിൽ വരണതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റണം. അതായത് ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമല്ലേ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാവുകയുള്ളൂ. പിന്നെ അതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ കറക്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ ഒരാൾ വന്ന് നിന്ന് നമുക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് തരണം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ്റിയൊരു സ്റ്റാൻഡ്, ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞാൻ ഇത്രയും നാളും കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ തീരെ കുറഞ്ഞൊരു ടൈപ്പിലൊരു സ്റ്റാൻഡ്, ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് അത്യാവശ്യമായത് കാരണം ഞാനൊരു ഓൺലൈനിൽ നിന്ന് കുറഞ്ഞ ടൈപ്പിലുള്ളൊരു സ്റ്റാൻഡായിരുന്നു, ഒരു ട്രൈപോഡായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് നമ്മൾ ഇപ്പോൾ ഇത്രയും നാളായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ചായിട്ടത് കംപ്ലൈൻ്റൊക്കെ ആയി. അതിൻ്റെ സ്റ്റാൻഡ് താഴത്തെ ഭാഗത്തൊക്കെ ആ ബട്ടനൊക്കെ എല്ലാം ഒടിഞ്ഞത് കൊണ്ടിട്ട് കറക്റ്റായിട്ട് നമുക്ക് വർക്കൊന്നും സൂം ചെയ്തെടുക്കാൻ പറ്റണില്ല. അപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് വരണത്, എങ്ങനെയാണ് ചെയ്യണതെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അത് പിന്നെ ഒരു നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ തൽക്കാലം ലോങ് വീഡിയോസൊന്നും ഇപ്പോൾ ചെയ്യാത്തത്. ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോസ് ഇട്, എന്ത് വർക്ക് ചെയ്താലും അതിൻ്റെ എല്ലാം ലോങ് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാത്തതിൻ്റെ പ്രധാന കാരണം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കും ഞാൻ സാധാരണ പോലെ എടുത്തു പോയതായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കസ്റ്റമർക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു കളറായത് കൊണ്ടിട്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് ആകെ ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു, ഏത് കളറിൽ ഇടണമെന്നുള്ളതൊക്കെ. അപ്പോൾ അവർക്ക് ഇപ്പോൾ എടുക്കണ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിലും അതിന് മാച്ചിങ്, നമ്മൾ വർക്ക് ചെയ്യണ അനുസരിച്ചിട്ടുള്ള മാച്ചിങ് ആയിരിക്കും അവർ അതിൻ്റെ ബോട്ടവും ഷോളൊക്കെ സെലക്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കണത്. ഇപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഉദ്ദേശമില്ലാത്തത് കൊണ്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാറ്റേൺ വർക്കണമെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാതിരുന്നു വെച്ചത്.
അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഞാൻ നോർമൽ ഒരു പെൻസിൽ മാർക്കർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ വരച്ചെടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു പച്ച കളറിലെ ലീഫും എല്ലാം നമ്മൾ വരക്കാതെ തന്നെയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വലിയ ഫ്ലവറിൻ്റെ പാറ്റേൺ മാത്രമാണ് നമ്മളൊന്ന് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എംബ്രോയ്ഡറിയിൽ കൂടുതലും ഞാൻ നേരത്തെ പറയാറുള്ള പോലെ തന്നെ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള വർക്കിനൊക്കെ പാറ്റേൺ മാക്സിമം വരക്കാറില്ല. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ മിഷ്യത്തിൽ തന്നെ നേരത്തെ ചെയ്ത് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് പാറ്റേൺ വരക്കാതെയാണെങ്കിലും മിഷ്യത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിൽ വരണ വർക്ക് വരണതേ. പിന്നെ ഇനിയുള്ള വർക്കൊക്കെ വരുമ്പോഴേക്കും ഞാൻ മാക്സിമം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.